കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണയും കൃപയും നിറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവികമായിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാനും ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ വരവിനോട് നാം ഒരിക്കൽ കൂടി ഒരു ദിവസം കൂടി അടുത്തിരിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ. കാരണം മണവാട്ടിയായി ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നമ്മെ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഇനി നമ്മുടെ പ്രിയ മണവാളനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ആ ദിവസങ്ങളിൽ ഒരു ദിവസം കൂടി അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ അനീതിയും അക്രമവും പെരുകിയിരിക്കുന്ന യുദ്ധവും യുദ്ധഭീഷണികളും മുഴങ്ങിക്കേൾക്കുന്ന ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് സമാധാനത്തിൻ്റെ രാജാവായിരിക്കുന്ന നമ്മുടെ പ്രിയ കർത്താവിനെ സ്വീകരിക്കുവാനായി നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടി ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ, കുറവുകളുള്ള മേഖലകളെയൊക്കെ ഒന്ന് തിരുത്തുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുവാനായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലവും അടുത്തു വരാം. അതോടൊപ്പം ഈ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെല്ലാം കർത്താവ് കൃപ ചെയ്ത് നമുക്ക് സാധ്യമാക്കി തരുന്നതിനായും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവം. ദൈവമേ, അമ്മ മറന്നാലും ഞങ്ങളെ ഉപേക്ഷിച്ച് കളയാത്തൊരു ദൈവം. പർവ്വതം മാറും, കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവേ, അവിടുത്തെ ദയാൽ ഈ ഭൂമിയിൽ ദൈവമേ അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന മക്കളിലേക്ക് അവിടുത്തെ കരുണയെ അവിടെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അപ്പാ ദൈവമേ, ലോകം ഒരു യുദ്ധഭീഷണിയിലേക്കൊക്കെ ദൈവമേ കടന്നു പോകുമ്പോൾ ദേശത്തിൻ്റെ നാനാഭാഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മക്കൾക്കായി കർത്താവെ, കരുണയ്ക്ക് വേണ്ടി ദൈവമേ ജീവിതം ദൈവമേ സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവമേ നിലവിളിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്തു വരുന്നു. അവിടെ നിന്ന് ദൈവമേ കരുണ ചെയ്യണമേ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ പുക പോലെ ചിതറിപ്പോകുന്നു എന്നുള്ള വചനത്താൽ കർത്താവെ, ചില വ്യക്തികളുടെ ദൈവമേ ആഗ്രഹങ്ങൾ കാരണം അനേകര ദൈവമേ കണ്ണുനീരിൽ ആഴ്ത്തുന്ന പ്രവർത്തികളിൽ നിന്ന് കർത്താവെ പിന്തിരിയുവാനായി സ്വർഗം എഴുന്നേറ്റ് ദൈവമക്കൾക്ക് വേണ്ടി യുദ്ധത്തെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവെ, സമാധാനത്തിൻ്റെ ദൈവമേ സാത്താനെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്നുള്ള വചനത്താൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അനാവശ്യമായിരിക്കുന്ന പൈശാചിക ഇടപെടലുകൾ, മാനുഷികമായിരിക്കുന്ന തന്ത്രങ്ങൾ സകലതിനെയും ദൈവമേ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് സമാധാനത്തെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. രാജ്യങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, ജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി ഉപജീവന മാർഗങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ, ദിവസങ്ങളിൽ പലതിൻ്റെയും ഭീഷണിയുടെ മുനയിലായിരിക്കുമ്പോൾ സ്വർഗം ദൈവമേ അവരെ കരുതണമേ. അപ്പ, നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമാധാനത്തോടുകൂടി അവിടെ നിന്ന് കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തെ കരം ഉള്ളം കരത്തിൽ എന്നതുപോലെ ഓരോ മക്കളെയും വഹിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്ന പച്ച ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ സബ്ജക്റ്റ് നന്നായി എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, സകലത് അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നല്ല ജയം കുഞ്ഞുങ്ങൾക്ക് അവിടെ നൽകണമേ. 10th +2 കർത്താവേ, മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷനുകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഒക്കെ നല്ല ജയത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവേ, വിവിധ വിഷയങ്ങളിൽ മനം തകർന്നിരിക്കുന്നവർ, ദൈവമേ കടബാധ്യതകളിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ, പലിശ കുരുക്കുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, ലോണുകൾ അടയ്ക്കുവാൻ കഴിയാതിരിക്കുന്നവർ, അവരെല്ലാം കർത്താവേ അവിടെ നിന്ന് കരുതണമേ. ദൈവമേ അത്ഭുതമായിരിക്കുന്ന ദൈവമേ കരുതൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില വസ്തു തർക്കങ്ങൾ, കേസിൻ്റെ കംപ്ലൈൻറ്റുകൾ, ജയിലിൽ കിടക്കുന്നവർ കർത്താവേ, ദൈവരാജ്യ സംബന്ധമായി മറ്റു വിഷയങ്ങളിൽ ഒക്കെ കിടക്കുന്ന കള്ള കേസുകളിൽ കുരുങ്ങിക്കിടക്കുന്നവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം തന്നെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ, മാനസികമായി തകർന്നിരിക്കുന്നവർ, മെൻ്റലി ചാലഞ്ച്ഡ് ആയിരിക്കുന്നവർ, ഓട്ടിസം ബാധിച്ചിരിക്കുന്നവർ കർത്താവെ, അവരുടെ എല്ലാം തകർന്ന മാനസിക അവസ്ഥകളുടെ മുറിവുകളെ അവിടെ നിന്ന് കെട്ടണമേ. മെൻ്റൽ ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവെ, അങ്ങനെയൊക്കെ ഓരോ നിമിഷങ്ങളിൽ എവിടെയൊക്കെയോ ജീവിതം തെറ്റിപ്പോകുന്നവരെ അവിടെ നിന്ന്
പുതിയ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. കുടുംബജീവിതത്തിൻ്റെ താളപ്പിഴകൾ, ഭിന്നതകൾ, കലഹങ്ങൾ, ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ, കുടുംബ കോടതികളിൽ കയറി ഇറങ്ങുന്നവർ, കർത്താവെ ജീവിതത്തിൽ ദൈവമേ പല പ്രശ്നങ്ങളിൽപ്പെട്ട് തലമുറകൾ, കൊച്ചുമക്കൾ കർത്താവെ മാനസികമായി തകർന്ന അവസ്ഥയിൽ അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനൊക്കെ കഴിയാതിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം അത്ഭുതകരമായി യോജിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ തകർക്കുവാൻ, വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാനൊക്കെ പിശാചൊരുക്കിയിരിക്കുന്ന കെണികൾ, കുടുക്കുകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയിൽ കർത്താവെ ആപത്തുകൾ, അനർത്ഥങ്ങൾ ഉണ്ടാക്കുവാൻ പിശാചൊരുക്കുന്ന കുരുക്കുകൾ ദുഷ്ട മനുഷ്യരിൽ കൂടി, ദുഷ്ടമൃഗങ്ങളിൽ കൂടി ഒക്കെ ദൈവമേ ജീവനെ എടുക്കുവാൻ, അപകടങ്ങളെ ഉണ്ടാക്കുവാൻ പിശാച് കെണി ഒരുക്കിയിരിക്കുന്ന ആ മേഖലകളിൽ, ചില സ്ഥലങ്ങളിൽ, ചില പ്രത്യേകമായിരിക്കുന്ന ഏരിയകളിലൊക്കെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ, അന്യാരാധന ശക്തികളുടെ ദൈവമേ ബന്ധനങ്ങളിൽ കഴിയുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ ദൈവമേ നാമത്തിൽ ദൈവിക വെളിച്ചം ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കർത്താവെ അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കൊള്ള പങ്കിടുവാൻ കഴിയുകയില്ല എന്നുള്ള വചനത്താൽ ചില കുടുംബങ്ങളെ ചുറ്റിയിരിക്കുന്ന സർപ്പശക്തികളുടെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടുവാനായി, പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. കരുണയായിരിക്കണം യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ഭർത്തിമായിയെ പോലെ ദൈവമേ മുന്നിൽ ഒന്നും കാണുവാൻ കഴിയാതെ ജീവിതം മുഴുവൻ തകർന്നു പോയിരിക്കുന്നവരുടെ നിലവിളികൾക്ക് യേശു ആ ഭർത്തിമായുടെ അടുക്കൽ നിന്ന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയതുപോലെ കർത്താവേ ചില കുടുംബങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം വന്നിറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലം ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യവും വിടുതലും അവരിലെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ ദൈവമേ മറയട്ടെ. കീമോ, റേഡിയേഷൻ, സർജറി കർത്താവെ ഒക്കെ ഫേസ് ചെയ്യുന്നവർ, ശാരീരികമായി ദൈവമേ തളർന്ന അവസ്ഥയിലിരിക്കുന്നവരെ പുതുബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മറയട്ടപ്പ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ബ്ലഡിൽ വന്നിരിക്കുന്ന എല്ലാ അശുദ്ധ വ്യാപാരങ്ങൾ, അലർജികൾ, ഫുഡ് അലർജികൾ, കർത്താവേ ചെസ്റ്റിലുള്ള അലർജികൾ, ലങ്സിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വിടുവിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റുകൾ, നട്ടലിൻ്റെ പ്രയാസങ്ങൾ, കർത്താവെ ആക്സിഡൻ്റൊക്കെ മുഖേന അസ്ഥികളൊക്കെ ഒടിഞ്ഞും ദൈവമേ ഹോസ്പിറ്റലിലും ഭവനങ്ങളിലും ഒക്കെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി കാത്തു കിടക്കുന്നവരുടെ ദൈവമേ ദൈവശക്തിയാൽ നിറച്ച് വേഗത്തിൽ രോഗക്കിടക്കകൾ വിട്ടെഴുന്നേൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. യേശുവൻ നാമത്തിൽ പല്ലുവേദനയുടെ പ്രയാസങ്ങൾ ദൈവമേ അതിനെ അലക്ഷ്യമാക്കി സമയത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയൊക്കെ മറ്റ് പല രീതിയിൽ മറ്റ് പ്രയാസങ്ങളിലേക്കൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ആലോചന കൊടുത്ത് ദൈവമേ തക്ക സമയത്ത് അതിനെല്ലാം ട്രീറ്റ്മെൻ്റ് എടുത്ത് സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. യൂട്രസ് സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ, PCOD കംപ്ലൈൻറ്റുകൾ, അതിലെല്ലാം യേശുവിൻ്റെ രക്തത്താലുള്ള ദൈവമേ സൗഖ്യം വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ, താമസിക്കുന്നവർ, പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവിടുന്ന് രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണമേ. ഉള്ളം കയ്യിലെന്നതുപോലെ തിരുനിവാസത്തിൻ്റെ മറവിലങ്ങ് മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് അല്ലോ. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ മലമുകളിലുള്ള പ്രസംഗം എന്ന് പറഞ്ഞ് മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവിൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ജനത്തെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച് ഒക്കെ അവരോട് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് തൻ്റെ ശിഷ്യന്മാർക്കും ജനത്തിനും കർത്താവ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. സ്വർഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, രാജ്യം ഭരണമേ, അവിടുത്തെ നാമം മഹത്വം എടുക്കണമേ. അങ്ങനെ ആ പ്രാർത്ഥന നമ്മളെപ്പോഴും പറയുന്ന ആ പ്രാർത്ഥനയുടെ അവസാനം പറയുകയാണ്, ദുഷ്ടങ്കൽ നിന്ന്, പരീക്ഷയിലേക്ക് കടക്കാതെ വണ്ണം ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പോൾ ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് തന്നെയും അറിയാം ഈ ലോകം
ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഈ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല. എങ്കിലും പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ, ആരെ വീഴിക്കേണ്ടുവെന്നറിയാതെ, ആരുടെ ജീവിതത്തെ തകർക്കണമെന്നറിയാതെ അവൻ ഊടാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഈ ഭൂമി മുഴുവനുണ്ട്. കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ആ കാൽവരി മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് പറയുന്നത് പിശാചാണ്. അവൻ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും വീഴിക്കുവാൻ, വിഴുങ്ങിക്കളയുവാൻ, തകർത്ത് കളയുവാനായി അവൻ ഒരുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ തൻ്റെ സകല ശക്തിയും എടുത്ത് പോരാടുമെന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് അറിയാം. പ്രിയമുള്ള ദൈവമക്കളെ, നാം കാണുന്ന നമ്മുടെ ഈ ചുറ്റുപാടിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതല്ല ആത്മീയ ലോകം, ദുഷ്ട ആത്മീയ ലോകം എന്ന് പറയുന്നത്. അവിടെ നമുക്കും നമ്മുടെ തലമുറകൾക്കും എതിരായി ഓരോ നിമിഷവും പിശാചിങ്ങനെ കെണി ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. അങ്ങനെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞുവെങ്കിൽ നമുക്കെങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായി കഴിയും? മറ്റൊരു സ്ഥലത്ത് കർത്താവ് പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് കണ്ടു. അപ്പോൾ ഈ ലോകത്തിലും നമുക്ക് മുകളിലുള്ള അന്തരീക്ഷ മണ്ഡലങ്ങളിലും ഒക്കെ പിശാച് ആധിപത്യം ഇട്ട് വാഴുമ്പോൾ അവൻ ഏത് രീതിയിലെ രോഗങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, മാനസിക പ്രയാസങ്ങളാകട്ടെ, യുദ്ധവും പലതും ഉണ്ടാക്കി അവൻ തകർക്കുവാനായി കെണിയൊരുക്കുമ്പോൾ ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, നമുക്ക് ചുറ്റും നിന്ന് കേൾക്കാൻ പാടില്ലാത്തതും കാണുവാൻ പാടില്ലാത്തതുമായിരിക്കുന്ന പലതും നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദുഷ്ടൻ പ്രബലനായിക്കൊണ്ടിരിക്കുമ്പോൾ, തിന്മ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ദുഷ്ടത വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ. കാരണം രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ളതാണ്. അതിനെ കയ്യിൽ വയ്ക്കുവാൻ ദുഷ്ടൻ എത്ര ശ്രമിച്ചാലും ഒരിക്കൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു രാജാതിരാജാവായി വന്ന് ഈ പിശാചിനെ ഭൂമിയിൽ നിന്ന് നീക്കി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ തൻ്റെ രാജ്യത്തിലേക്ക് ചേർത്ത് കൊള്ളുക തന്നെ ചെയ്യും. ആ ദിവസം വരുന്നത് വരെയും ജാഗ്രതയോടെ ഉണർന്നിരുന്ന് ഈ പിശാചിൻ്റെ പിടിയിൽ നാമും നമുക്കുള്ളവർ ആരും പെടാതിരിക്കുവാനായി പ്രാർത്ഥിക്കുവാനായി കണ്ണു തുറന്ന് കിട്ടിയവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക തന്നെ വേണം. ഹല്ലേലൂയ. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ. ആമേൻ, ആമേൻ.